എല്ലാ മാന്യ പ്രേക്ഷകർക്കും സിഗ്നേച്ചറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു ഭവനം പണിയുക എന്നുള്ളത് ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. ആ ഭവനം മനോഹരമാക്കുന്നതിന് ആ ഭവനത്തിൽ ഉപയോഗിക്കുന്ന ഫർണിച്ചറുകൾക്കും കർട്ടൻസിനും എന്തിന് ബെഡ്ഷീറ്റുകൾക്ക് പോലും വളരെയധികം പ്രാധാന്യമാണുള്ളത്. ഒരു ഭവനം മനോഹരമാക്കുന്നതിന് വേണ്ട ഇത്തരം സാധനങ്ങളുടെ ഒരു കമനീയ കലവറയാണ് പത്തനംതിട്ട പാറപ്പാട്ട് പി സ്ക്വയർ. ആ സ്ഥാപനത്തിൻ്റെ സാരഥികളായ മനോജ് പി ജോർജും സാം പി ജോർജുമാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. നമുക്ക് അവരുടെ വിശേഷങ്ങളിലേക്ക് കടന്നു ചെല്ലാം. നമസ്കാരം. പത്തനംതിട്ട പോലെയുള്ള ഒരു സ്ഥലത്ത്, സാധാരണ എറണാകുളത്ത് പോലും കാണാത്ത രീതിയിലുള്ള ഒരു സ്ഥാപനമാണ് പാറപ്പാട്ട് പി സ്ക്വയർ എന്ന ഈ വലിയ സ്ഥാപനം. ഈ ഒരു പ്രത്യേക ബിസിനസ്സിലേക്ക് കടന്നു വരാനുണ്ടായ സാഹചര്യം എന്താണ്? ഞങ്ങൾ ബേസിക്കലി പത്തനംതിട്ടക്കാരാണ്. ഞങ്ങൾ 15 വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപനം തുടങ്ങുമ്പോൾ ഇത്ര വലിയ ഒരു ഐഡിയ ഇല്ലായിരുന്നു. ബട്ട് പത്തനംതിട്ടയിലെ പൊട്ടൻഷ്യൽ ഞങ്ങൾ എല്ലാ സമയങ്ങളിലും മനസ്സിലാക്കിയിരുന്നു. അത് ശരിക്കും പത്തനംതിട്ടയിൽ അത്രയും റിച്ച് ആൾക്കാർ വേറെ സ്ഥലങ്ങളിൽ തന്നെ ഇല്ലെന്ന് തന്നെ പറയാം. പക്ഷേ എൻആർഐ ആയിരുന്നു. പക്ഷേ നമ്മൾ ഓരോ വർഷങ്ങളും നമ്മൾ മാർക്കറ്റ് സ്റ്റഡി ചെയ്യുന്നതിന് ഭാഗമായിട്ട് നമ്മൾ പരിശോധിച്ചപ്പോൾ ആൾക്കാർക്ക് വേണ്ട സാധനങ്ങൾ ഇവിടെ ലഭിക്കാതെ വരുന്ന ഒരു അവസ്ഥയാണ്. എല്ലാവരും എറണാകുളം, ബാംഗ്ലൂർ, മദ്രാസ്, മുംബൈ പോലെ നഗരങ്ങളിൽ വിസിറ്റ് ചെയ്യുന്നതായിട്ട് അറിയുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു പരീക്ഷണാർത്ഥം ചെറിയ ഘട്ടങ്ങളായിട്ട് ഡെവലപ്പ് ചെയ്തതാണ് ഈ അവസ്ഥ. ഈ കർട്ടൻ പോലെയുള്ള കാര്യങ്ങൾ ഈ അടുത്ത കാലത്താണ് ഇത്രയധികം പ്രാധാന്യം നേടിയത്. മുൻപ് സാധാരണഗതിയിലുള്ള ഒരു കർട്ടനായിരുന്നു ഇട്ടിരുന്ന സ്ഥലത്ത് ഇപ്പോൾ ബ്ലൈൻഡ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വീടുകളിൽ പോലും യൂസ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമെന്ന് നേരത്തെ മുൻകൂട്ടി കാണാൻ നിങ്ങൾക്ക് സാധിച്ചിരുന്നു? അതിനുള്ള ഒരു കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുമ്പോഴേ, നമ്മൾ വീട് പണി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്ട്രക്ചർ വർക്ക് എല്ലാ വീടുകൾക്കും അതിൻ്റെ കോസ്റ്റും എല്ലാം സെയിം ആണ്. പക്ഷേ ഏകദേശം ഒരു ഇൻറ്റീരിയർ ഫർണിഷിങ് കഴിയുമ്പോൾ ഒരു ടോട്ടൽ വിസിബിലിറ്റിയുടെ 25% കവർ ചെയ്യുന്നത് ഇൻറ്റീരിയർ ഫർണിഷിങ്ങിനാണ്. പക്ഷെ അതിനുവേണ്ടി നമ്മൾ മുടക്കേണ്ടത് ഏകദേശം ഒരു 2% മതി. അപ്പോൾ ആൾക്കാർ വീട് എങ്ങനെ മനോഹരമാക്കാൻ, മറ്റുള്ളവർ അവരുടെ ഒരു സ്റ്റാറ്റസ് സിമ്പിളായിട്ട് കാണുമ്പോൾ വീട് എത്ര ഭംഗിയായിട്ട് കാണാൻ വേണ്ടി നോക്കുന്നുണ്ടെങ്കിൽ അവർ കസ്റ്റമേഴ്സിന് മനസ്സിലായി ഇതിനകത്ത് പ്രധാന ഒരു റോളുണ്ട് കർട്ടന്. അങ്ങനെ വന്നപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യാൻ തുടങ്ങി. ഇന്റീരിയർ ആർക്കിടെക്ട്സിന്റെ സേവനങ്ങൾ, പണ്ട് ബിൽഡിംഗ് എഞ്ചിനീയേഴ്സേ ഉള്ളായിരുന്നു. ഇപ്പോൾ ഇന്റീരിയർ ആർക്കിടെക്ട്സുമായിട്ട് കൺസൾട്ട് ചെയ്ത് കളർ തീമുകൾ വർക്കൗട്ട് ചെയ്ത് അങ്ങനെ വരുമ്പോൾ ആ തീമിനനുസരിച്ചുള്ള സാധനങ്ങൾ ലഭ്യമാക്കുക എന്നുള്ളത് ഒരു വലിയ ചലഞ്ചാണ്. അപ്പം നമ്മുടെ സ്വന്തം പർച്ചേസിൻ്റെ ആവശ്യങ്ങൾക്ക് പല രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലും പോകുമ്പോൾ കണ്ടിട്ടുള്ള ഐഡിയാസ് എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലും ആയിക്കൂടെ എന്നുള്ള ഒരു ഐഡിയയിൽ നിന്നാണ് ഇതിലോട്ട് വന്നത്. നമ്മൾ വളരെ ചെറിയ രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് ഈ ലെവലെത്തുന്നത്. താങ്കളുടെ ഈ പ്രസ്ഥാനം പാറപ്പാട്ട് പി സ്ക്വയർ എന്ന പ്രസ്ഥാനം എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് കൈകാര്യം ചെയ്യുന്നത്? ഏതൊക്കെ സാധനങ്ങളുടെ ബിസിനസ്സാണ് ചെയ്യുന്നത്? ഇപ്പോൾ നമ്മൾ സംസാരിച്ചതുപോലെ വീടൊരുക്കാൻ വേണ്ടതെല്ലാം എന്ന് പറയുന്നത് ഉൾപ്പെടെ വീടിന് കർട്ടൻ, ഫർണിഷിംഗ്, കാർപ്പറ്റ്സ് തുടങ്ങി ഇൻറ്റീരിയർ ആക്സറീസ്, വീടിനകത്തുള്ള എല്ലാ സാധനവും കൂടാതെ ഇത് മേക്ക് ചെയ്യുന്ന യൂണിറ്റുകൾക്ക് ആവശ്യമുള്ള തയ്യൽ മെഷീൻ മുതൽ, തയ്യൽ മെഷീൻ്റെ പാർട്സുകൾ മുതൽ, അത് തയ്ക്കുന്നതിന് ആവശ്യമുള്ള തയ്യൽ സാധനങ്ങൾ മുതൽ എല്ലാം ഞങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ സേവനം ചെയ്യുന്നുണ്ട്? അതായത് ഇപ്പോൾ കർട്ടൻ നമ്മൾ നിർമ്മിച്ചു കൊടുക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. അതായത് ഈ കർട്ടൻ മാനുഫാക്ചറിങ്ങിലെ സ്കിൽഡ് ലേബേഴ്സിൻ്റെ ഒരു ആവശ്യം അത്യാവശ്യമാണ്. ആയതിനാൽ അതിന് കുറേ ഗൾഫ് എക്സ്പീരിയൻസും നല്ല എക്സ്പീരിയൻസ് ഉള്ളവർ, ഹൈലി പെയ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ വെച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഞങ്ങളുടെ ഇവിടെയുള്ള എല്ലാ വർക്കുകളും ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കാറില്ല. നമ്മൾ സെലക്റ്റീവായിട്ട് നല്ല വർക്കുകൾ ചെയ്ത് കൊടുക്കണം. കർട്ടൻ വർക്കുകളൊക്കെ ചെയ്യണമെങ്കിൽ സാർ പറഞ്ഞ പോലെ തന്നെ സ്കിൽഡ് വർക്കേഴ്സിൻ്റെ ആവശ്യമുണ്ട്. തീർച്ചയായും. അത്തരം വർക്കേഴ്സിനെ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടോ? അത് സ്കിൽഡ് വർക്കേഴ്സിനെ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾ ചെയ്യുന്നത് ആൾക്കാരിൽ ഒരു അത്യാവശ്യം അറിയാവുന്നവരെ എടുത്ത് ട്രെയിൻ ചെയ്യണം. ഇവിടെ തന്നെ ഞങ്ങൾ, അതായത് നമ്മുടെ ഈ എക്കോണമി വർക്കുകളും മറ്റു കാര്യങ്ങളും ചെയ്തതിന് ശേഷം ഒരു പർട്ടിക്കുലർ സ്റ്റേജ് കഴിയുമ്പോൾ അവർ നല്ല വർക്ക് ചെയ്യാൻ പറ്റും. അതിനുവേണ്ട ടെക്നിക്കൽ സപ്പോർട്ട് നമ്മൾ കൊടുക്കും. ടെക്നിക്കലി നിങ്ങളുടെ നോളജ് എന്താണ്? നിങ്ങളുടെ സാരഥികളായിട്ടുള്ള ഞങ്ങളുടെ നോളജ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഞങ്ങൾ കൂടുതൽ യാത്ര ചെയ്യുന്നവരാണ്. പിന്നെ കൂടുതൽ ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യും. പിന്നെ ഒരു കസ്റ്റമർ ഒരു റിക്വയർമെന്റ് നമ്മുടെ മുന്നിൽ പറഞ്ഞാൽ നമ്മുടെ ഇല്ലെങ്കിൽ അത് വെബ്സൈറ്റിലൂടെ ആണെങ്കിലും അല്ലെങ്കിൽ നമുക്കറിയാവുന്ന മറ്റ് എഞ്ചിനീയേഴ്സിനോട് കോൺടാക്ട് ചെയ്ത് അത് ഇവിടെ കിട്ടും. അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കാറുണ്ട്. ഈ ഒരു വീട് വെക്കുമ്പോൾ ഇപ്പോൾ ഈ പത്തനംതിട്ട പോലുള്ള സ്ഥലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യൻസ്, മുസ്ലിംസ്, ഹിന്ദുസ് എല്ലാം ഒരുപോലെ നിൽക്കുന്നവരാണ്. ഇവരുടെ അഭിരുചിക്ക് വ്യത്യാസമുണ്ടോ വീടിൻ്റെ ഡിസൈനിൽ? അങ്ങനെ കാര്യമായ വ്യത്യാസമില്ല. ഇല്ല, ഏകദേശം സെയിം ആണ്.
ഒരു വീട് നിർമ്മിച്ച് അത് മനോഹരമാക്കുന്ന സമയത്ത് അതിൽ പല ഏജിലുള്ള ആൾക്കാരാണ് താമസിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെയും റൂം വ്യത്യസ്തമായിരിക്കും. ഇതെങ്ങനെയാണ് വെറൈറ്റിയിൽ നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്? ഫസ്റ്റിൽ ഞങ്ങളുടെ ഷോറൂമിൽ ഒരു കസ്റ്റമർ വരുമ്പം തന്നെ ഞങ്ങൾ ആദ്യം അവരോട് ചോദിക്കുന്നത് എത്ര ബെഡ്റൂംസ് ഉണ്ട്. അപ്പോൾ ഓക്കെ, അവർ 4 ബെഡ്റൂം ഉണ്ട്. അപ്പം നമ്മുടെ ഫാമിലി റൂം ഏതാണ്? ഓക്കെ, അപ്പോൾ ഫാമിലി റൂം എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ടേസ്റ്റിനുള്ള കർട്ടൻസ് ആയിരിക്കും അവിടെ ചെയ്യുന്നത്. കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളതും ഒരു ലൈറ്റ് പാസ് ചെയ്യണം. ചില റൂമുകൾ വളരെ സൈസ് ചെറുതാണെങ്കിൽ അവർക്ക് സ്പേഷ്യസ് ആയിട്ട് തോന്നിക്കുന്ന പോലുള്ള നെറ്റ് കർട്ടൻസ്, അങ്ങനെ ഹാറ്റ് കർട്ടൻ കളറ് കുറച്ച്, അതിപ്പോൾ ഫാമിലി മെമ്പേഴ്സ്, അതായത് അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഉള്ള രീതിയിൽ ചെയ്യുന്ന ആ രീതിയിൽ ചെയ്യും. അപ്പോൾ അവിടെ തന്നെ ചിലപ്പം 2 ആൺകുട്ടികളും ഒരു മോളും കാണും. അപ്പോൾ അവർക്ക് 3 പേർക്കും ഓരോ ബെഡ്റൂംസ് കാണും. അപ്പോൾ ചിലപ്പോൾ കൊച്ചു കുട്ടികളാണെങ്കിൽ അവർക്ക് ടോയ്സും കാർട്ടൂൺ കഥാപാത്രങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ ആൺകുട്ടികൾക്ക് ശരിക്കും ബെൻഡൻ, അവരുടെ ക്രൈസ് ബെൻഡനാണ്. ഞങ്ങൾ ആ റൂം അവരുടെ കാർട്ടൂൺ ബേസിൽ തന്നെ ചെയ്തു കൊടുക്കും. അത് ഈവൻ അവരോട് തന്നെ ഞങ്ങൾ ചിലപ്പോൾ പറയും ആ വാളിന് ഒരു കളർ, ഈ ബ്രേക്കിംഗ് കളർ കൊടുക്കണം. അവിടെ ശരിക്കും കാർട്ടൂണിൻ്റെ കർട്ടനുകൾ അവൈലബിൾ ആണ്. പിന്നെ അവർക്ക് ടോയ്, ശരിക്കും ത്രെഡ് ബീഡ്സ് കർട്ടൻസ്, അങ്ങനെ ആൺകുട്ടികളാണെങ്കിൽ അവർക്ക് ടേസ്റ്റുള്ള ബെൻഡൻ, മിസ്റ്റർ തോമസ്, അങ്ങനെയുള്ള കുറേ കഥാപാത്രങ്ങളെ ആഡ് ചെയ്തിട്ടുള്ള അവർക്ക് മാട്രസ്, വളരെ സോഫ്റ്റി ആയിട്ടുള്ള മാട്രസ് ഇട്ട് കൊടുക്കും. അതിലുള്ള ബെഡ്ഷീറ്റുകൾ, കഥാപാത്രങ്ങളുടെ ബെഡ്ഷീറ്റ്, കർട്ടനുകൾ അങ്ങനെ ചെയ്തു കൊടുക്കും. അപ്പം തിരിച്ച് മോൾ വരുമ്പോൾ മോൾക്ക് ചിലപ്പോൾ ബാർബി ആയിരിക്കും. അപ്പം ഞങ്ങൾ ആ ബെഡ്റൂം ശരിക്കും ആ ബാർബിയുടെ കളർ സ്കീമിലുള്ള കർട്ടൻസും അങ്ങനെ ചേരുന്ന, ചിലപ്പോൾ അവർക്ക് കുറേ ഷോ കുഷ്യൻസും, അങ്ങനെ വെറൈറ്റി ആയിട്ട് അവരുടെ കോൺസെപ്റ്റ് എങ്ങനെ ആഗ്രഹിക്കുന്നു അതുപോലെ നമ്മൾ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ഡിസൈൻ ചെയ്യുന്നവരാണ് ശരിക്കും ഞങ്ങൾ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ഒരു കസ്റ്റമർ വരുമ്പോൾ തന്നെ അവരോട് ചോദിക്കും ഒരു ശരിക്കും വാളിൻ്റെ കളർ എന്താണ്, ടൈലിൻ്റെ കളർ എന്താണ്, ഫർണിച്ചർ എന്താണ് അവിടെ ഇടുന്നത്, അങ്ങനെയുള്ള കുറേ ഡേറ്റാസ് കിട്ടുമ്പോൾ ഞങ്ങൾക്ക് അതിന് അനുയോജ്യമായ സാധനം, ഞങ്ങൾ കുറേ എക്സ്പീരിയൻസ് കൊണ്ട് ഞങ്ങൾക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ശരിക്കും അവരുടെ ആ കളർ ചിലപ്പോൾ ഡാർക്ക് ആണെങ്കിൽ ഞങ്ങൾ കർട്ടൻ ലൈറ്റിലോട്ട് പോകും. ലൈറ്റ് ഫിത്തിയാണെങ്കിൽ അല്പം ഡാർക്ക് കൊടുക്കും. ചിലർക്ക് കളർ ഡാർക്ക് ഇഷ്ടമല്ലായിരിക്കും. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അവരുടെ ആ ഒരു ടേസ്റ്റിനനുസരിച്ചുള്ള സാധനങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ചില വീട്ടിൽ ഗ്രാൻഡ് ഫാദർമാർ കാണും, അവർക്ക് വളരെ സൈലൻ്റ് ആയിട്ടായിരിക്കണം, അവർക്ക് എയർ സർക്കുലേഷൻ വേണം, ഇത് അങ്ങനത്തെ ആവശ്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ആ ഒരു രീതിയിലുള്ള ഷിയർ കട്ടൻ, നെറ്റ് കട്ടൻ, അങ്ങനത്തെ സംഭവങ്ങൾ ഇട്ട് കൊടുക്കും. അപ്പോൾ അത് അവർ ഹാപ്പിയാണ്. ഈ കട്ടന് ഇട്ട് ബ്രേക്ക് ചെയ്യുന്നതിനോട് ചിലർക്ക് ഭയങ്കര എതിർപ്പായിരിക്കും. അപ്പോൾ നമ്മളത് ഈ കട്ടൻ ഇട്ടില്ലെങ്കിൽ അതൊരു വൃത്തികേടുമായിരിക്കും. അപ്പോൾ കട്ടൻ ഇടും, പക്ഷേ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ ചെയ്യും. ഇപ്പോൾ ചിലപ്പോൾ അവിടുത്തെ വീട്ടിലെ ഗൃഹനാഥന് ചിലപ്പോൾ ഒരു ഓഫീസ് റൂം കാണും. അപ്പം ഓഫീസ് റൂം തികച്ചും ഒരു വീട്ടിലാണ് ഒരു ഓഫീസ് വർക്ക് ചെയ്യുന്നത് പോലെ അതൊരു ഓഫീസിൻ്റെ ലുക്ക് ആക്കാൻ വേണ്ടി നമ്മുടെ ബ്ലൈൻഡ്സുകൾ, ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള വെർട്ടിക്കൽ ബ്ലൈൻഡ്സ്, വെനീഷ്യൻ ബ്ലൈൻഡ്സ്, അങ്ങനെ കർട്ടൻസ്, ആ ബ്ലൈൻഡ്സുകൾ ഇട്ട് അവരുടെ ആ ഒരു ഓഫീസിൻ്റെ ഒരു നല്ല ലുക്ക് കിട്ടുന്ന പോലെ ഓഫീസായിട്ട് സെറ്റപ്പ് ചെയ്യും. അപ്പോൾ ഇതെല്ലാം ഒരു വീട്ടിൽ തന്നെ ആണെങ്കിലും അവരുടെ അവിടെ താമസിക്കുന്ന ആൾക്കാരുടെ ടേസ്റ്റ് അനുസരിച്ചാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം പത്തനംതിട്ട ഒരു മലയോര കർഷകരുടെ മേഖലയാണ്. അതോടൊപ്പം തന്നെ ഒരു NRIസിൻ്റെ മേഖലയുമാണ്. ഇത് രണ്ടുപേരുടെ അഭിരുചി വ്യത്യസ്തമായിരിക്കാം, ഇല്ലെങ്കിൽ ബഡ്ജറ്റ് തന്നെ വ്യത്യസ്തമായിരിക്കാം. ആ സമയത്ത് ആ ഒരു ക്രൈറ്റീരിയ എങ്ങനെയാണ് നിങ്ങൾ ഓവർകം ചെയ്യും? തീർച്ചയായിട്ടും നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ ഈ വെളിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ കുറേ നല്ല സാധനങ്ങൾ അവിടെ കണ്ടിട്ട് ഉണ്ട്. അപ്പോൾ ആ സാധനങ്ങൾ ഇവിടെ കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ അവർക്കുള്ളൂ. അത് ഇവിടെ അവൈലബിൾ ആണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ തന്നെ അവർ ഹാപ്പിയാണ്. അവിടെ ഞങ്ങൾ ശരി, അപ്പോൾ അവരെപ്പോഴും നമ്മളോട് ഉദാഹരണം പറയുമ്പോൾ ഈ മെറ്റീരിയൽ ശരി, ഇത് അവിടെ കിട്ടുന്ന മെറ്റീരിയൽ, അപ്പോൾ നമ്മളത് വെളിയിൽ കിട്ടുന്ന എല്ലാ മെറ്റീരിയൽസും ഇവിടെ ഇന്ത്യയിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആ സാധനങ്ങൾ നമ്മൾ എത്തിച്ചിട്ട് അവരുടെ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ബട്ട് ഇപ്പം ശരിക്കും ഇപ്പം അഗ്രികൾച്ചർ സെക്ഷനിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് അവർക്ക് ഫണ്ടുണ്ട്, പക്ഷെ അവർക്ക് ഐഡിയ ഇല്ല. അപ്പോൾ ഞങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്യും. മനസ്സിലായി? അപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന വീട് ഇത്ര ബഡ്ജറ്റിലുള്ള വീടാണ് ചെയ്തത്, അപ്പോൾ അത് ഇന്ന രീതിയിൽ ചെയ്താൽ വളരെ മനോഹരമാക്കാൻ പറ്റും എന്ന് ഞങ്ങൾ പറയുന്നത് നന്നായിട്ട് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ വളരെ ജോയിൻറ്റ് വെഞ്ചർ, അവരുടെ ബഡ്ജറ്റും ഞങ്ങളുടെ ഐഡിയയും കൂടെ ചേരുമ്പോൾ അവരുടെ വീട് നല്ല മനോഹരമാവും. മനസ്സിലായി? അപ്പം ശരിക്കും അപ്പോൾ ഏറെക്കുറെ ഞങ്ങളാണ് ശരിക്കും ഇവിടെ ഉള്ള അഗ്രികൾച്ചർ ആൾക്കാരെ NRIസിനെ ഒരേപോലെ ആക്കാൻ നമുക്കൊരു മെയിൻ പങ്ക് വരുന്നുണ്ട്. കാരണം അവരവിടെ കണ്ട എക്സ്പീരിയൻസ് ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങളെ കൊണ്ട് വർക്കൗട്ട് ആക്കി ഇത് വീട് വൃത്തിയാക്കുന്നു. ഇവിടെ ഉള്ള ആൾക്കാർ ഞങ്ങളോട് പറയുന്നു, ഞങ്ങൾ അവരുടെ ആ ഒരു ഭാഗത്തെ അവർക്ക് വേണ്ട അറിവുകൾ കൊടുത്ത് അവരെ കൂടെ ഞങ്ങൾ ഇതുപോലെ ആക്കുന്നു.